തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിൽ തെരുവുനായ വീട്ടമ്മയുടെ വിരൽ കടിച്ചു മുറിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 61കാരി ഓമനയുടെ ഇടത് കൈവിരലാണ് കടിച്ചെടുത്തത്. മറ്റു 3 പേർക്ക് കൂടി നായയുടെ ആക്രമണത്തിൽ പരിക്കുണ്ട്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പേഴിമൂട്ടിലാണ് കഴിഞ്ഞ ദിവസം തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. പേപ്പട്ടി എന്നാണ് നാട്ടുകാർ സംശയിക്കുന്ന ഒരു തെരുവുനായ വീട്ടിലേക്ക് കടന്നെത്തി 4 പേർക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഇതിൽ ഓമന എന്ന 61കാരിയുടെ കൈവിരൽ കടിച്ചു പറിച്ചെടുത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് ശ്രീകണ്ഠൻ എന്ന 67കാരനും ആക്രമണത്തിനിരയായി. അദ്ദേഹത്തിൻ്റെ ഇടതു കാലിൻ്റെ 2 വിരലുകൾക്കും കാര്യമായ കടിയേറ്റിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമീപവാസിയായ ഷാമില ബീബിക്കാണ് ആദ്യം തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇവരെ ആക്രമിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ ആക്രമിക്കുകയായിരുന്നു. മാഹിൻ കണ്ണെന്ന 56കാരനെ. അദ്ദേഹത്തെയും ആക്രമിച്ച ശേഷമാണ് സമീപത്തെ ഓമനയുടെ വീട്ടിലേക്ക് തെരുവുനായ കടന്നെത്തുന്നതും ആക്രമണം നടത്തുന്നതും. ഇതിന് പേവിഷബാധ ഉണ്ട് എന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. എന്തായാലും ഇവരിപ്പോൾ ആക്രമണത്തിൽ പരിക്കേറ്റവരെല്ലാം ചികിത്സയിലാണ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിയ വീട്ടമ്മയെ ആദ്യം പട്ടി കടിക്കുകയും നിലവിളി കേട്ട് അവരുടെ ഭർത്താവ് വരുന്ന സമയത്ത് അദ്ദേഹത്തെയും ആക്രമിക്കുകയും അതിനെ തുടർന്ന് അടുത്തുള്ള വീട്ടിനുള്ളിൽ കയറി 2 പേരെ കടിക്കുകയും അവർക്ക് കൈയിൻ്റെ വിരലുകളിലും കാലിൻ്റെ വിരലുകളിലും മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്ന് ആരനാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നൽകി വരികയാണ്. അതോടനുബന്ധിച്ച് തന്നെ പഞ്ചായത്തും ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്ത് വരികയും പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുകയും അതിനെ തുടർന്ന് വീടിനുള്ളിലുണ്ടായ പട്ടിയെ സംബന്ധിച്ച് മുറിവിലൂടെ ഉണ്ടായ ബ്ലഡും എല്ലാം മുറിക്കുള്ളിലൊക്കെ തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. അവയെല്ലാം ഇന്നിപ്പോൾ ശുദ്ധീകരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ മെയ് 1 ഈ പ്രദേശത്തെ 12 പേരെ തെരുവുനായ ആക്രമിച്ചൊരു സാഹചര്യമുണ്ടായി. പ്രദേശത്തെ തെരുവുനായ ആക്രമണം രൂക്ഷമാണെന്നുള്ള സാഹചര്യം നിൽക്കുന്നു. നിരവധി പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും വിവിധ പാർട്ടികളും നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഇവരുടെ വീട്ടിലേക്ക് എത്തി 4 പേരെ ആക്രമിക്കുന്നൊരു സംഭവം ഉണ്ടായത്. എന്തായാലും കൂടുതൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അരുൺ മോഹൻ, ന്യൂസ് 18 കാട്ടാക്കട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.